So multi-view projection നമ്മൾ 5 questions കണ്ടിരുന്നു. Now going to the sixth question. So കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ഫിഗർ ആണ് തന്നേക്കുന്നത്. ഒരുപാട് ഡയമെൻഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കർവ്സ് വരുന്നുണ്ട്, സർക്കിൾസ്, അതുപോലെ ഒരു സ്ലോട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ കയറുന്നു വരുന്ന ഇച്ചിരി കൂടെ നമ്മൾക്ക് ഇതുവരെ ഉള്ള ക്വസ്റ്റ്യൻസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ഓൺ ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിനകത്തിൽ നമുക്കിവിടെ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഡയമെൻഷൻസ് കാണിച്ചിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ നമുക്ക് ഇവിടെയാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. സോ ഇതാണ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നിന്നുള്ള ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ വരയ്ക്കേണ്ടത്. ദെൻ ടോപ്പ് വ്യൂ ഉണ്ട്. നമുക്ക് സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ ഈ സൈഡ് വ്യൂ ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. സോ ദാറ്റ് ഷുഡ് ബി ഓൺ ദി റൈറ്റ് സൈഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ദെൻ ലെഫ്റ്റ് സൈഡ് വ്യൂ, ഈ വ്യൂസ് ഫുൾ കിട്ടാനായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് റൈറ്റ് സൈഡിലായിരിക്കും വരയ്ക്കുന്നത്. ലെഫ്റ്റ് സൈഡ് വ്യൂ ഓൺ ദി റൈറ്റ് സൈഡ്. അപ്പോൾ ഇതാണ് നമുക്ക് വരയ്ക്കേണ്ട ഫിഗർ. ഡേറ്റ എല്ലാ ഡയമെൻഷൻസും ഇതിനകത്തിൽ ഗിവൺ ആണ്. പ്രോപ്പർ ഡയമെൻഷൻസ് എല്ലാം നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിലുള്ള ഒരു ചെറിയൊരു എന്ന് പറയുന്നത് ഇവിടെ ഒരു 6 mm ഒരു കട്ടിങ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്. ഇത്രയും 6 mm ആഡ് ചെയ്തിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് ബോട്ടം പോർഷനിൽ. ഇവിടെ അത് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എന്നാൽ അതേ 6 mm കട്ടിങ് തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. ഇപ്പോൾ ത്രൂ ഔട്ട് ഒരു 6 mm കട്ടിങ് ഈ ഇത്രയും പോർഷനിലില്ല. ഇത്രയും പോർഷൻ അതിൻ്റെ ബോട്ടത്തിൽ ഒരു 6 mm തിക്നെസ്സിലൊരു കട്ട് ചെയ്ത് പോയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യാൻ വിട്ടു പോകരുത്. അതാണ് ഇതിനകത്തിൽ മെയിനായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ടോട്ടൽ ലെങ്ത് നമുക്കറിയാം 145 ആണ്. നമുക്കത് ടോട്ടൽ ലെങ്ത് വരുന്നത് 145. ഫ്രണ്ട് വ്യൂവിൽ വരുന്ന ടോട്ടൽ ലെങ്ത് എന്നത് 145 ആണ്. സോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ XY ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഫസ്റ്റ് ഞാൻ XY ലൈൻ വരയ്ക്കുകയാണ്. സോ XY ലൈൻ ആദ്യം വരയ്ക്കുന്നു. എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് XY ലൈൻ. ഓൾറെഡി ഞാൻ പറഞ്ഞു ഏത് സൈഡ് വ്യൂ ആണ് വരയ്ക്കുന്നത് എന്നുള്ളത്. ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. സോ ലെഫ്റ്റ് സൈഡ് വ്യൂ നമ്മൾ വരയ്ക്കുന്നത് റൈറ്റ് സൈഡിലായിരിക്കും. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് സ്പേസ് വേണം. സോ ഫ്രണ്ട് വ്യൂ ഞാൻ വരയ്ക്കാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡിൽ. കാരണം റൈറ്റ് സൈഡിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ആവശ്യമായിട്ടുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാണ്. ദിസ് ഇസ് XY ലൈൻ. XY ലൈൻ. സോ ടോട്ടൽ ലെങ്ത് നമുക്കറിയാം 140 ആണ്. ഞാൻ ആദ്യം അതൊന്ന് ഫിക്സ് ചെയ്യുന്നു. 145 ആണ് ടോട്ടൽ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ വരുന്ന ലെങ്ത്. 145. സോ 145 ഇതാണ് ടോട്ടൽ അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. 140 ഞാനൊന്ന് മാർക്ക് ചെയ്ത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് 145. ഇനി ആ 145ൽ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂവിൽ വരുന്ന ഡയറക്ഷനിൽ വരുന്ന സർഫസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തിൽ കാണിച്ചു തരാം. നമുക്കിവിടെ കാണുന്ന സർഫസ് എന്ന് പറയുന്നത് ഈ 6 mm തിക്നെസ് കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു സർഫസ് ആയിരിക്കും നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആവുന്നത് അല്ലേ. സോ ഈ ഒരു സർഫസാണ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ഒരു സർഫസ് എന്ന് പറയുന്നത്. ആ സർഫസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 6 mm ഒരു കട്ടിങ്, ഇവിടെ ഒരു കട്ട് പോയിട്ടുണ്ട്. സോ അത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ദെൻ ഇവിടെ ഒരു കട്ടിങ് ഇങ്ങനെ വരുന്നുണ്ട് ഈ സർഫസിൽ. സോ അതോടെ കൺസിഡർ ചെയ്തിട്ട് വേണം അത് വരയ്ക്കാനായിട്ട്. സോ ഇതാണ് ഒരു സർഫസ്, ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആവുന്ന ഒരു സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു എൽ ഷേപ്പ് പോലെ വരുന്നൊരു സർഫസാണ്. അതിൽ ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്, ഇവിടെ ഒരു 6 mm കട്ടിങ് വരുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇത് വരയ്ക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യണം. പക്ഷേ അത് കൂടാതെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിനകത്തിൽ ഇവിടെ ഒരു ഹോൾ ഡ്രില്ല് ചെയ്ത് പോയിട്ടുണ്ട്. അതിലൊരു ഹോളുണ്ട്. സോ ആ ഹോളിൻ്റെ കാണത്തില്ല, പക്ഷേ ഇൻവിസിബിൾ ലൈൻസ് കാണിക്കണം. അതുകൂടാതെ ഇവിടെ ഒരു സ്ലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ സ്ലോട്ടും നമുക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ പോയിൻ്റ്, റൈറ്റ് സൈഡ് പോയിൻ്റ് 25 mm തിക്നെസ്സിലാണ് പോകേണ്ടത്. സോ 25 mm തിക്നെസ്. സോ സ്റ്റാർട്ട് ചെയ്യുന്നു. ടേക്കിംഗ് 25 mm തിക്നെസ്. വെർട്ടിക്കലി 25.
സോ 25 mm തിക്നെസ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരച്ചേക്കുന്നത് ഈ എൻഡാണ്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റാണ് ഞാനിപ്പോൾ വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഈ ടോപ്പ് പോയിന്റിലെത്തി. ഇനി എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ വരെ വരണം. സോ ഈ ലെങ്ത് എത്രയാണെന്നുള്ളത് നിങ്ങൾ ഞാൻ അതിന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. സോ ആ ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ വിഡ്ത്ത് ദേ ഇവിടെ തന്നിട്ടുണ്ട് 36. സോ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളത് 36 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള എത്രയായിരിക്കും? 36 ആണ്. ഇതിൻ്റെ ടോട്ടൽ 145 ആണ്. അപ്പോൾ 145ൽ നിന്ന് 36 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും. സോ 145 മൈനസ് 36. സോ 109 ആണ് നമുക്ക് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. ക്ലിയർ ആണോ? ടോട്ടൽ 145 ആണ്. സോ 145ൽ നിന്ന് ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് 36. 36 മൈനസ് ചെയ്ത് 109 ആണ് നമുക്ക് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. സോ 109 സ്ട്രൈറ്റ് എടുക്കുക. സ്ട്രൈറ്റ് എടുത്ത് മാർക്ക്. 109 എടുക്കുന്നു. 109. സോ ഇതിന് പാരലായിട്ട് വേണം. നമുക്ക് റോളർ സ്കെയിൽ ഉണ്ടെങ്കിൽ പാരൽ ലൈൻസുകൾ വരയ്ക്കാൻ എളുപ്പമായിരിക്കും. 109. ഓക്കെ, സോ 109 എടുത്ത് ഞാൻ വരയ്ക്കുന്നു. സോ അത് കംപ്ലീറ്റ് ആണ്. സോ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇവിടെ വരെ വന്നു. ഇനി ടോപ്പിലോട്ട് എത്രയാണ് ഹൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇവിടെ തന്നിട്ടുണ്ട് 90 ആണ്. അത് നോക്കണം. ഇവിടെ ഈ 90 എന്ന് പറയുന്നത് ഈ ബോട്ടത്തിൽ 6 mm കൂടി ആഡ് ചെയ്തിട്ടുള്ള ഹൈറ്റാണ്. ഈ ഏറ്റവും ബോട്ടത്തിൽ നിന്നും ടോപ്പ് വരെയുള്ളത് 90 ആണ്. സോ നിങ്ങൾക്ക് ആ 90 വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് 90 ഹൈറ്റ് എടുക്കാം. ഏറ്റവും ബോട്ടത്തിൽ നിന്നുള്ള 90 ഹൈറ്റ് വരെ ഞാനിപ്പോൾ എടുക്കുന്നു. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതാണ് 9. സോ ഈ ടോട്ടൽ ഹൈറ്റ് 90 ആണ്. അപ്പോൾ ബാക്കി നമുക്ക് ഇവിടുന്ന് കണക്ട് ചെയ്ത് വരച്ചാൽ മതി. ഇപ്പോൾ 90 വരെ ആയിരിക്കണം അതിൻ്റെ ഹൈറ്റ് വരേണ്ടുന്നത്. സോ ഞാൻ 90 ഹൈറ്റ് വരാൻ വേണ്ടിയിട്ട് ബാക്കി ഇവിടെ നിന്നുള്ളത് വരച്ചു. അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ 90 ആണ്. ഇത് നമുക്ക് 25 ആണ്. അപ്പോൾ ബാക്കി എടുത്താൽ മതി മേളിലോട്ട്. അപ്പോൾ ഞാൻ ഈ ടോപ്പ് പോയിന്റിലെത്തി. ഇനി ബാക്കിയുള്ളത് ആണ് വരയ്ക്കേണ്ടത്. സോ ബാക്കി വരയ്ക്കാനായിട്ട് ഇവിടുത്തെ വിഡ്ത്ത് 36 നമുക്കുണ്ട്. സോ 36 വരയ്ക്കുന്നു. 36 വിഡ്ത്തിൽ വിഡ്ത്ത്. സോ ഈ പോയിന്റിലെത്തി. ഇനി ഇവിടുന്ന് താഴെയുള്ള ഡെപ്ത് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് 24 ആണ്. സോ 24. ദെൻ അകത്തോട്ടുള്ളത് 12 ആണ്. 12. സോ 24, 12. സോ ദെൻ ഡൗൺവേർഡ് 24. ദെൻ അകത്തോട്ടുള്ളത് 12 mm ആണ്. സോ 12 mm മാർക്ക് ചെയ്യുന്നു. 12. ദെൻ ഇതിനകത്തെ വിഡ്ത്ത് നമുക്ക് എത്രയാണെന്നുള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 94 മൈനസ് ഈ 24 മൈനസ് ചെയ്താൽ മതി. സോ നമുക്ക് അതിനകത്തുള്ള വിഡ്ത്ത് കിട്ടും. സോ ടോട്ടൽ 90 ആണ്. ഈ ബോട്ടത്തിൽ നിന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് 24 ആണ്. സോ നിങ്ങൾക്ക് ആ 24 ഇവിടെ എടുക്കാം. Ten, 20, 24. നമ്മുടെ അകത്തോട്ടുള്ള 12 mm.
സോ നമ്മുടെ ഫ്രണ്ട് വ്യൂവിൻ്റെ നമ്മൾ ഈ പറഞ്ഞ സർഫസ് ആയി. പക്ഷെ നമ്മളിവിടെ സ്ലോട്ട് കാണിച്ചിട്ടില്ലായിരുന്നു അല്ലേ. 6 mm സ്ലോട്ടുണ്ട്. അപ്പോൾ അത് വരുന്നത് ഈ എൻഡിൽ നിന്ന് 72 mm മാറിയിട്ടാണ് മേളോട്ട് 6 mm. സോ ഞാൻ എന്ത് ചെയ്യുന്നു, 72 മെഷർ ചെയ്യുന്നു. എൻഡിൽ നിന്ന് 72. സോ 72 മെഷർ ചെയ്തു. സോ ഇവിടെയാണ് 6 mm ഹൈറ്റിലുള്ള സ്ലോട്ട്. സോ ആ പോയിന്റിൽ നിന്ന് 6 mm 5, 6. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, ഈ സ്ലോട്ട് നമ്മൾ വരച്ചാലും സിക്സ് mm സ്ലോട്ട് വരച്ചാലും നമുക്ക് ഈ ബോട്ടത്തിൽ ഈ റെക്റ്റാങ്കിൾ, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ സർഫസ് കാണും. അപ്പോൾ അതേത് സർഫസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ലോട്ട് ഇത് ഇവിടെയും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ആ സ്ലോട്ടിൻ്റെ ഷെയ്ഡ് ചെയ്യുകയാണ്. സോ ഇവിടെ ഒരു 6 mm സ്ലോട്ട് ഉണ്ട്, ഇവിടെ നിന്നും സ്ലോട്ട് പോകുന്നുണ്ട്. സോ ഇത്രയും അകത്തോട്ട് കയറി ഇവിടുന്നും അകത്തോട്ട് കയറി കട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ ഈ ഒരു സർഫസ്, ഇപ്പോൾ ഇവിടെ ഈ കളർ ചെയ്ത് ഈ ഒരു സർഫസിൻ്റെ അടിയിൽ അങ്ങോട്ടുണ്ട്. സോ ഇതിന് ഈ ഒരു ഗ്യാപ്പിലായിട്ട് ആ സർഫസ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ ഒരു റെക്റ്റാങ്കിൾ വന്നത്. ആ റെക്റ്റാങ്കിൾ പറഞ്ഞാൽ ഇതാ ഇവിടെ നിന്നുള്ള പാസ് ചെയ്ത് പോകുന്ന റെക്റ്റാങ്കിൾ ആയിരിക്കും. അപ്പോൾ അതാണ് നമുക്കിവിടെ റെക്റ്റാങ്കിളായിട്ട് തന്നെ വരും 6 mm സ്ലോട്ട് നമ്മൾ വരച്ച് കഴിയുമ്പോൾ. ഇനി നമുക്ക് വേണ്ടുന്നത് ഈ സ്ലോട്ട് വരയ്ക്കണം, ദെൻ ഈ സർക്കിളൂടെ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഫസ്റ്റ് ഈ സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് ആ സെൻറ്റർ ലൈൻ വേണം. സോ ബേസിൽ നിന്നല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്. 6 mm സ്ലോട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് 42 എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സെൻറ്റർ ലൈൻ വരയ്ക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഞാനിവിടെ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ ബേസിൽ നിന്നല്ല ഇവിടെ നിന്ന് 42 പോയിക്കോ. ഈ 6 mm കഴിഞ്ഞിട്ടാണ് ഞാൻ 42 മെഷർ ചെയ്യാൻ പോകുന്നത്. 1 2 3 4 42. സോ 42 മെഷർ ചെയ്യുന്നു. സോ ഇവിടെ ആയിരിക്കും നമ്മുടെ സെൻറ്റർ ലൈൻ. ആ സർക്കിളിൻ്റെ സെൻറ്റർ ലൈനാണ് വരയ്ക്കാൻ പോകുന്നത്. സെൻറ്റർ ലൈൻ അവിടെയാണ് വരുന്നത്. സോ ആ സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. റേഡിയസ് 24 എന്ന് തന്നിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് നമുക്ക് തന്നേക്കുന്നത്. ഡയമീറ്റർ ഈക്വൽ ടു 24 എന്ന്. അപ്പോൾ റേഡിയസ് 12 mm ആയിരിക്കും. സോ 12 mm ഈ സെൻട്രൽ ലൈനിൽ നിന്ന് 12 mm രണ്ട് ഡയറക്ഷനിലോട്ടും എടുക്കുക. സെൻട്രൽ ലൈനിൽ നിന്ന് 12 mm മെഷർ ചെയ്യുന്നു. സോ 12 mm മെഷർ ചെയ്ത് നമുക്ക് ഡോട്ടഡ് ലൈൻ കാണിക്കാം, നമ്മുടെ സർക്കിളിൻ്റെ ലൈൻ. സോ ഇപ്പോൾ നമ്മുടെ സർക്കിളിൻ്റെ ഇൻവിസിബിൾ ലൈൻ നമ്മൾ വരച്ചു. ആദ്യം വരച്ച സെൻട്രൽ ലൈനാണ്. ദെൻ അതിൻ്റെ റേഡിയസ് രണ്ട് ഡയറക്ഷനിലെടുത്ത് ആ ഡോട്ടഡ് ലൈൻ വരച്ച് കാണിച്ചു. ഇനിയുള്ളത് നമുക്ക് ഇവിടുത്തെ സ്ലോട്ട് കാണിക്കണം. സോ ഇവിടുത്തെ സ്ലോട്ട് വരുന്നത് റേഡിയസ്, ഈ കർവ് റേഡിയസ് 12 ആണ്. അകത്ത് നിന്ന് 50 mm മാറിയാണ് ആ റേഡിയസിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത്. സോ നമ്മളും അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ എൻഡിൽ നിന്ന് 50 മെഷർ ചെയ്യുക. 50. സോ 50 മെഷർ ചെയ്യുന്ന എനിക്ക് പോയിൻ്റ് കിട്ടി. സോ ഈ പോയിൻ്റ് സെൻറ്ററാണ്. അതിനുശേഷം റേഡിയസ് 12 ആണ് വരുന്നത്. സോ ഒരു 12 mm കൂടി അതിൻ്റെ കൂടി ആഡ് ചെയ്ത് വരും. സോ 12. സോ 12 mm കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരും. സോ ഇതാണ് അതിൻ്റെ എൻഡ് പോയിൻ്റ് വരുന്നത്. സോ ഈ എൻഡ് പോയിൻ്റിൽ നിന്ന് താഴോട്ടാണ് സ്ലോട്ട്, ത്രൂ ഔട്ട് താഴോട്ട് സ്ലോട്ട് ഉള്ളത്. സോ അവിടെ ഞാൻ ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നു. സോ അവിടെ സ്ലോട്ടുണ്ട്. സോ ഈ സ്ലോട്ട് നമുക്ക് വിസിബിൾ ആവുന്നത് ടോപ്പ് വ്യൂവിലായിരിക്കും. പക്ഷെ നമ്മളിവിടെ ഈ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് ഇവിടെ ഒരു ഡോട്ട് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് ടോപ്പ് വ്യൂവിൽ ആ കർവ് വരയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷേ ഈ ആദ്യം വരച്ച ഡോട്ട് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റർ ലൈനാണ്. ദെൻ 12 കൂടെ കഴിഞ്ഞാണ് താഴോട്ട് ആ സ്ലോട്ട് വരുന്നത്. സോ സ്ലോട്ട് നമ്മൾ വരച്ചു. സോ ഇനി ഇതിനകത്ത് നമുക്ക് ഈ ഒരു സർഫസിൻ്റെ പുറകിൽ ഇവിടെ ഒരു കർവ് ഉണ്ട്. സോ ആ കർവിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 24 എന്ന്. സോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് 24 എടുത്തിട്ട് ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ ഇങ്ങനെ കാണിക്കാം.
ഇവിടെ എവിടെയും കാണിക്കാം. അതെന്ന് പറയുന്നത് ആ കർവ് ഉണ്ടെന്ന് കാണിക്കാൻ. അല്ലെങ്കിൽ തന്നെ നമ്മൾ സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ നമുക്ക് ആ കർവ് ഫുള്ളി വിസിബിൾ ആയിരിക്കും. ഇത് ലെഫ്റ്റ് സൈഡ് വ്യൂ നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ ആ കർവ് വിസിബിൾ ആയിരിക്കും. സോ നമുക്കിനി അടുത്ത വ്യൂവിലേക്ക് പോകാം. ടോപ്പ് വ്യൂ ആണ്. സോ ടോപ്പ് വ്യൂവിലെ സർഫസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സോ ടോപ്പ് വ്യൂ സർഫസസ് ഏതൊക്കെയാണെന്നുള്ളത്. സോ ടോപ്പ് വ്യൂവിൽ വരുന്ന സർഫസ് എന്ന് പറയുന്നത് എളുപ്പമാണ്. നമ്മുടെ ഈ ടോപ്പ് പോർഷൻ, ഏറ്റവും മുകളിൽ വരുന്ന ടോപ്പ് പോർഷൻ നമുക്ക് ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആയിരിക്കും. 36 mm വിഡ്ത്തുള്ള ഈ ഒരു സർഫസ് നമുക്ക് ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആണ്. സോ ഇതാണ് ഒരു സർഫസ്. 36-ൻ്റെ ഒരു റെക്റ്റാങ്കിൾ വരും. പിന്നെ നമുക്ക് ഈ സ്ലോട്ട് കഴിഞ്ഞുള്ള പോർഷൻ നമുക്ക് ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആണ്. സോ ഈ ഒരു സർഫസ് വിസിബിൾ ആയിരിക്കും ടോപ്പ് വ്യൂവിൽ. ഈ ഒരു സർഫസ് വിസിബിൾ ആണ്. സോ ഈ രണ്ട് സർഫസുകളാണ് വിസിബിൾ. നിങ്ങൾക്ക് തോന്നാം ഈ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ രണ്ട് പോയിന്റുകളോട് ഈ ഒരു സർഫസ് കൂടെ കാണത്തില്ല എന്നുള്ളത്. ആ രണ്ട് സ്ക്വയർ പോലെ ഇരിക്കുന്ന ഈ രണ്ട് സർഫസ് ഈ ടോപ്പിലിരിക്കുന്ന സർഫസിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. ഇവിടെ അകത്ത് ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ സൈഡ് വ്യൂവിൽ അത് വിസിബിൾ ആവുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഐസോമെട്രിക് വ്യൂവിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു സർഫസിന് നേരെ ബാക്ക് സൈഡിലായിട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആ സർഫസ് കാണില്ല. അപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിളും ഇത് മാത്രമായിരിക്കും ടോപ്പ് വ്യൂവിൽ നമുക്ക് വിസിബിൾ ആവുന്നത്. ഈ റെക്റ്റാങ്കിളിനകത്തിൽ നമുക്ക് സർക്കിൾ കാണിക്കാം. ത്രൂ ഔട്ട് സർക്കിൾ ഇല്ല. ഇവിടെ മുതലേ ഉള്ളൂ, കുറച്ച് ലെങ്ത് മൊത്തേ സർക്കിൾ ഉള്ളൂ. അപ്പോൾ ആ സർക്കിളൂടെ നമുക്ക് കാണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഞാൻ ആദ്യം ഈ പ്രൊജക്റ്റഡ് ലൈൻസുകൾ വരയ്ക്കുകയാണ്. ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് ഫസ്റ്റ് പ്രൊജക്റ്റഡ് ലൈൻ, പ്രൊജക്റ്റഡ് ലൈനുകളെല്ലാം ഞാൻ വരച്ചിടുന്നു. സോ ഇതൊരു പ്രൊജക്റ്റഡ് ലൈൻ. നൗ ദിസ് വൺ, then എൻ്റെ സ്ലോട്ടിൻ്റെ പ്രൊജക്റ്റഡ് ലൈൻ, then ദിസ് നമ്മുടെ സ്ലോട്ടിൻ്റെ ലൈൻ, ദെൻ ഇവിടുത്തെ നമ്മുടെ സെൻറ്റർ വരച്ച സെൻറ്റർ ലൈൻ, ദെൻ എൻഡ് ലൈൻ. സോ എല്ലാം താഴോട്ട് ഞാൻ പ്രൊജക്റ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് 72 എന്നാണ് ഇവിടെ തന്നേക്കുന്നത്. 72 ആണ് ടോട്ടൽ ലൈൻ്റെ വിഡ്ത്ത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ ടോപ്പ് വ്യൂവിൽ വരുമ്പോൾ ഈ സർഫസ് നമ്മുടെ ഈ 36-ൻ്റെ റെക്റ്റാങ്കിളാണ്. സോ അങ്ങ് എൻഡിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഓൾറെഡി ഇത് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് കുഴപ്പമില്ല. 36 വിഡ്ത്തിൽ, ദെൻ 72 ആണ് ലെങ്ത് വരുന്നത്. ടോട്ടൽ ലെങ്ത് 72. സോ 72 വിഡ്ത്തിൽ ഫസ്റ്റ് റെക്റ്റാങ്കിൾ. ഞാൻ ഫസ്റ്റ് റെക്റ്റാങ്കിൾ വരച്ചു. സോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബാക്കിയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ് ഇങ്ങോട്ട്. നമുക്കറിയാം ഈ എൻഡ് വരെയാണ് ടോട്ടൽ വരുന്നത്. സോ ഞാനത് ഇങ്ങോട്ടങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു. അതേപോലെ തന്നെ സെയിം ഞാൻ ഇപ്പുറത്തും ചെയ്യുന്നു. ദെൻ ഈ എൻഡ് നമുക്ക് സ്ലോട്ട് വരയ്ക്കണം. സോ അത് അനുസരിച്ചിട്ട് വേണം സ്ലോട്ട് വരയ്ക്കാൻ. നോക്കി 24 കഴിഞ്ഞ് 24 സ്ലോട്ടുണ്ട്, ദെൻ റിമൈനിങ് 24 ആണ്. സോ ആ രീതിയിലാണ് 24 ഡിസ്റ്റൻസ് ആദ്യം ഒരിടത്ത് നിന്ന് എടുക്കുക. സോ ഇവിടെ നിന്ന് 24, സെയിം തന്നെ ഇവിടെ നിന്ന് 24 മെഷർ ചെയ്യുക. സോ രണ്ടിടത്തു നിന്ന് 24 എടുത്തു. നമുക്ക് സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യണം. സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ സെൻറ്റർ ലൈനിൻ്റെ പ്രൊജക്റ്റ് ലൈൻ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. സോ അതുവരെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുക.
സെൻറ്റർ ലൈൻ്റെ പ്രൊജക്റ്റ് ലൈൻ വരച്ചിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിവിടെ കർവ് വരുന്നത്. കർവ് നമ്മൾ ഓൾറെഡി പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേഡിയസ് നമുക്കറിയാം. സോ നമ്മൾ ഈ ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ കിട്ടും. ഓക്കെ, സെൻറ്റർ കിട്ടും. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് കോമ്പസ് എടുത്തിട്ട് നിങ്ങൾക്ക് ആ കർവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ കർവ് എന്ന് പറയുന്നത് 12 ഇവിടെ മാർക്ക് കാണിച്ചിട്ടുണ്ട്. 12 ആണ് അതിൻ്റെ റേഡിയസ്. സോ റേഡിയസ് നിങ്ങൾക്ക് മെഷർ ചെയ്തെടുക്കേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആ റേഡിയസിൻ്റെ ഉള്ള പ്രൊജക്റ്റ് ലൈൻ നമ്മുടെ കർവിൻ്റെയും പ്രൊജക്റ്റ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കർവ് വരച്ച് വേണമെങ്കിൽ ചെയ്യാം. സോ ഇതായിരിക്കും ആ കർവ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്ലോട്ട് നമ്മുടെ കംപ്ലീറ്റ് ആയി. ടോപ്പ് വ്യൂവിൽ നമ്മുടെ ഈ സ്ലോട്ട് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്തിൽ കാണിക്കേണ്ടത് സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ ഹോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഈ ത്രൂ ഔട്ട് 36ൽ ഹോളില്ല. നമുക്ക് ഈ ഒരു വിഡ്ത്തിൽ മാത്രമേ ഹോളുള്ളൂ അല്ലേ. ആ ഒരു വിഡ്ത്ത് നമ്മളിവിടെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ഒരു വിഡ്ത്തിൽ മാത്രം നമ്മൾ ഹോൾ കാണിച്ചാൽ മതി. സോ ഹോളിൻ്റെ സെൻറ്റർ, ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം 72 ആണ്. സോ അതിൻ്റെ ഹാഫ് 36ലായിരിക്കും ഇതിൻ്റെ സെൻട്രൽ ലൈൻ വരുന്നത്. സോ ഫസ്റ്റ് 36 മെഷർ ചെയ്ത് ഇതിൻ്റെ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുക. സോ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ ലൈൻ വരുന്നത്. ഓക്കെ, ഇതാണ് സെൻറ്റർ ലൈൻ. അതിൽ സർക്കിളിൻ്റെ ഡയമീറ്റർ നമുക്കറിയാം 24 ആണ്. സോ 12 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻവിസിബിൾ ലൈൻസ്, ടോപ്പ് വ്യൂവിൽ ഇൻവിസിബിൾ ലൈൻസ് വരയ്ക്കാൻ പറ്റും. സോ സെൻട്രൽ ലൈനിൽ നിന്ന് രണ്ട് ഡയറക്ഷനിലോട്ടും 12 മൂവ് ചെയ്തു. സോ ഇവിടെ 12, then ഇവിടെയും 12. അതിനകത്ത് ഓർക്കേണ്ടത് ഈ ഡോട്ടഡ് ലൈനുകൾ ഞാൻ ഇവിടെ വരെ കാണിക്കുന്നുള്ളൂ. ഇതിനകത്തും ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റ് വരെ ഉള്ളൂ. ഈ ഒരു പോയിൻ്റ് വരെയാണ് സർക്കിൾ. കാരണം നമ്മുടെ സർക്കിൾ ഇവിടെ വരെ ഉള്ളൂ, അതിനുശേഷം ഗ്യാപ്പാണ്. സോ ഇവിടെ അതിൻ്റെ ഈ സർഫസിൻ്റെ അടിഭാഗത്ത് ഗ്യാപ്പ് ആയതുകൊണ്ട് ത്രൂ ഔട്ട് നമ്മൾ കാണിക്കുന്നില്ല എന്നർത്ഥം. സോ ഇത്രയാണ് ടോപ്പ് വ്യൂവിലായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ സ്ലോട്ട് കാണിക്കണം, 6 mm തിക്നെസ്സിലുള്ള സ്ലോട്ട്. അപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. സോ അത്രയും ഡിസ്റ്റൻസ് മാറിയാണ് ഈ പറയുന്ന സ്ലോട്ട് കയറിപ്പോയേക്കുന്നത്, ഇവിടെ നിന്ന് പാസ് ചെയ്ത് പോയേക്കുന്നത്. സോ അതോടെ നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണിക്കണം. സോ ഈ കോർണർ പോയിന്റിൽ നിന്ന് ആ സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വരെ ഡിസ്റ്റൻസ് 50 നമുക്ക് തന്നിട്ടുണ്ട്. സോ അത് ഞാൻ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. 50 mm മാറിയാണ് സ്ലോട്ട് തുടങ്ങുന്നത്. സോ ഈ പോയിന്റിൽ നിന്ന് 50, 1 2 3 4 5. സോ ആ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. സോ ഇവിടെ നിന്നാണ് സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 mm തിക്നെസ്സിൽ. സോ ആ സ്ലോട്ടും ഇവിടെ നമ്മൾ വരുന്ന സ്ലോട്ടും ജോയിൻ ചെയ്യും. ഇതാണ് നമ്മുടെ ഈ സൈഡിലെ സ്ലോട്ട് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെയാണ് ആ സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ രണ്ട് സ്ലോട്ടും നമ്മളിവിടെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഇവിടുന്ന് ഒരു 6 mm സ്ലോട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്, ഇവിടുന്ന് ഉള്ള സ്ലോട്ട്. സോ ഈ രണ്ട് സ്ലോട്ട് ഇതിൻ്റെ ബോട്ടം സർഫസിൽ ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഈ സർഫസ് കാണാൻ പറ്റിയത്. ഈ ഒരു സർഫസ് നമുക്ക്
വിസിബിൾ ആയിട്ട് വരച്ചത്. സോ ടോപ്പ് വ്യൂവിൽ അത് നമുക്ക് കാണില്ലെങ്കിലും ആ സ്ലോട്ട് നമുക്ക് കാണിക്കണം. ഞാൻ ആ സ്ലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ് 6mm സ്ലോട്ട്. സോ ഡോട്ടഡ് ലൈനായിട്ടാണ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. സോ ഞാനത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഈ സ്ലോട്ട് മീറ്റ് ചെയ്യുന്നിടം വരെ, ദെൻ ഇവിടെയും കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളായിട്ടായിരിക്കും ഇതിൻ്റെ ബോട്ടം പോർഷനിൽ, ഈ ഒരു ഫിഗറിൻ്റെ ബോട്ടം പോർഷനിൽ റെക്റ്റാങ്കിളായിട്ടാണ് അത്രയും മെറ്റീരിയൽ പോയേക്കുന്നത്. സോ അതാണ് നമ്മളിവിടെ ടോപ്പ് വ്യൂവിൽ കാണിച്ചേക്കുന്നത്. ഇനി നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ഈ 36 എന്ന് പറയുന്ന ഈ ടോട്ടൽ വിഡ്ത്തിൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് ഇത്രയും ഇതിനകത്തൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഇത് ഇവിടെ 12mm ഗ്യാപ്പിലാണ് ഇതിനകത്തൂടെയുള്ള ഈ ഒരു സർഫസ് കട്ട് ചെയ്ത് പോയേക്കുന്നത്. അവിടെയാണ് ഈ സർക്കിളും ഈ ഒരു കർവും ഒക്കെ നിൽക്കുന്നത്. സോ ഈ 36 തന്നെ 12mm അകത്തൂടെ ത്രൂ ഔട്ട് ഒരു സ്ലോട്ട് പോയിട്ടുണ്ട്. ആ സ്ലോട്ടിൽ ഈ കർവും ഒക്കെ കയറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സ്ലോട്ട് നമുക്ക് കാണിക്കണം. സോ അത് കാണിക്കാനായിട്ട് 36 എന്ന് പറയുന്ന ഈ സർഫസിൽ 12mm അകത്തോട്ട് നമ്മളിവിടെ ഓൾറെഡി ആ സ്ലോട്ട് ഫ്രണ്ട് വ്യൂയിലുണ്ട്. ഇതാണ് ആ സ്ലോട്ട്. സോ ആ സ്ലോട്ടിൻ്റെ പ്രൊജക്ട് ലൈനോട് ഡോട്ടൽ ലൈനായിട്ട് നമ്മൾ കാണിക്കുക. ഓക്കെ, സോ അതാണ് ആ സ്ലോട്ടിൻ്റെ ഇത്. നമ്മളിപ്പോൾ കാണിച്ചേക്കുന്നത് ഈ ഒരു ഗ്യാപ്പ്, അതിനകത്തൂടെ പോയ ഈ ഒരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിലാണ് ഈ ഒരു കർവും കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡ് വ്യൂവിൽ വിസിബിൾ ആവുന്ന കർവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെയാണല്ലോ. സോ ഇത്രയാണ് നമ്മുടെ ടോപ്പ് വ്യൂവിൽ വരുന്ന സർഫസ് എന്ന് പറയുന്നത്, ടോപ്പ് വ്യൂവിൽ വരുന്ന സെൻസ്. അപ്പോൾ ആ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സർഫസ്, ഈ 36ൻ്റെയും ഈ ഒരു സർഫസേ ഉള്ളൂ. അതാണ് നമ്മൾ ആദ്യം വരച്ചത് കർവും. പക്ഷേ അതിനകത്ത് പിന്നെ ഇൻവിസിബിൾ ആയിട്ട് നമ്മുടെ ഈ ബോട്ടം പോർഷനിൽ പോയ സ്ലോട്ടുണ്ട്. സോ സ്ലോട്ട് കാണിച്ചു. പിന്നെ ഈ ഒരു സർഫസിനകത്തിൽ ഇത്രയും വിടത്തിൽ നമ്മുടെ ഹോള് പാസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഹോള് കാണിച്ചു. പിന്നെ ഈ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു സ്ലോട്ടുണ്ട്. ഈ ഹോള് വന്ന് എൻഡ് ചെയ്യുന്നത് ആ സ്ലോട്ട് വരെയാണ്. സോ ആ സ്ലോട്ടിൻ്റെ ടോട്ടൽ ലൈൻ ഹോള് വന്ന് എൻഡ് ചെയ്യുന്നത് അവിടെ വരെയാണ്. സോ ഇത്രയാകുമ്പോൾ നമ്മുടെ ടോപ്പ് വ്യൂ കംപ്ലീറ്റഡ് ആവും. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് സൈഡ് വ്യൂ ആണ് അല്ലേ. സൈഡ് വ്യൂ വരയ്ക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഫസ്റ്റ് നമ്മുടെ പ്രൊഫൈൽ പ്ലെയിൻ വരയ്ക്കണം. സോ ഫസ്റ്റ് ഞാൻ പ്രൊഫൈൽ പ്ലെയിൻ വരയ്ക്കുകയാണ്. സോ ഫസ്റ്റ് പ്രൊഫൈൽ പ്ലെയിൻ പി പ്രൊഫൈൽ പ്ലെയിൻ വരച്ചു. ഞാൻ 45 ഡിഗ്രിയിൽ പോയിൻറ്റ്സിനെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് 45 ഡിഗ്രി ലൈൻ വരയ്ക്കുക. നിങ്ങൾക്ക് കർവ് റൊട്ടേറ്റ് ചെയ്ത് വേണമെങ്കിലും ഇത് ചെയ്യാം. 45 ഡിഗ്രി ലൈൻ വരയ്ക്കണം എന്നില്ല, ഇവിടെ കർവുകൾ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ 45 ഡിഗ്രി ലൈൻ വരച്ച് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ചോയ്സാണ് 45 ഡിഗ്രി ലൈൻ വരയ്ക്കണോ അതോ കർവിൽ ഞാൻ വരയ്ക്കണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. സോ 45 ഡിഗ്രിയും വരച്ചു. സോ ഫസ്റ്റ് ഞാൻ ഈ ടോപ്പ് വ്യൂവിലെ പോയിൻറ്റ്സിനെ എല്ലാം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. സോ ടോപ്പ് വ്യൂവിലെ പോയിൻറ്റ്സ് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഏറ്റവും ബോട്ടത്തിലെ പോയിൻ്റ് തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നു. സോ ഏറ്റവും ബോട്ടം ലൈൻ 45 ഡിഗ്രി ലൈനിൽ കൊണ്ടുവന്നു മീറ്റ് ചെയ്യിപ്പിച്ചു. ദെൻ അവിടെ വന്ന് വെർട്ടിക്കൽ ലൈൻ. ദെൻ നെക്സ്റ്റ് ഈ ടോപ്പ് ലൈനിനെ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്നു 45 ഡിഗ്രി ലൈൻ. ദെൻ ഇറ്റ്സ് വെർട്ടിക്കൽ ലൈൻ. സോ രണ്ട് എൻഡ് പോയിന്റുകൾ ഞാൻ ആദ്യം പ്രൊജക്റ്റ് ചെയ്തു. ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇനിയുള്ളത് ഇതിൻ്റെ ടോപ്പ് പോർഷനാണ്. ഇതാണ് ടോപ്പ്. സോ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഞാൻ എൻ്റെ ടോപ്പ് എൻ്റെ പ്രൊജക്റ്റ് ചെയ്യുന്നു.
സോ ഇത്രയും പ്രൊജക്റ്റ് ചെയ്ത് തന്നെ ബൗണ്ടറി തന്നെ ഈ ടോപ്പ് ലൈൻസുകളും ഇവിടുത്തെ ടോപ്പ് ലൈൻസ് പ്രൊജക്റ്റ് തന്നെ നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് ആ ബൗണ്ടറി കിട്ടി. നമുക്ക് ഈ വേണ്ടുന്ന സൈഡ് വ്യൂ ആണ്. അപ്പോൾ ആ സൈഡ് വ്യൂവിനകത്തിൽ നമുക്ക് ഒരുപാട് ഷേപ്സ്, കർവുകൾ, കാര്യങ്ങൾ വരുന്നത് നോക്കി. ഇപ്പോൾ സൈഡ് വ്യൂവിൽ വിസിബിൾ ആകുന്ന സർഫസ് നമുക്ക് മുകളിലത്തെ ഈ ഒരു സർഫസ് ഉണ്ട്. ഈ ഒരു ചെറിയ റെക്റ്റാങ്കിൾ പോലെയല്ല, അവിടെ ഒരു കർവ് വരുന്നുണ്ട്. സോ ഈ ഒരു സർഫസ് ഉണ്ട്. അതിന് സിമിലറായിട്ട് അതേപോലെ തന്നെ ഒരു ബോട്ടം സർഫസും വരുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു ബോട്ടം സർഫസ്, അതിന് സിമിലർ ആയിട്ടുള്ളൊരു ബോട്ടം സർഫസ് നമുക്ക് വരുന്നുണ്ട്. ആ ബോട്ടം സർഫസിൽ ഒരു 6 mm സ്ലോട്ടും കൂടെ വിസിബിൾ ആണ്. ആ സ്ലോട്ട് പോർഷൻ വിട്ടുപോകരുത്. ബോട്ടം സർഫസിൽ ഇവിടെ ഒരു 6 mm സ്ലോട്ടും കൂടെ ആഡ് ഓൺ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ നമുക്കിതിനകത്തുള്ള ഈ സർഫസ് വിസിബിൾ ആയിരിക്കും. ആ ഒരു സർഫസിൽ ഒരു ഹോളുണ്ട്. 24 mm ഡയമീറ്റർ ഉള്ള ഒരു ഹോള് അതിനകത്തുണ്ട്. സോ ഇതാണ് ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ വിസിബിൾ ആകുന്ന സർഫസുകൾ. സോ ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഈ പോർഷൻസുകൾ നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണത്തില്ല, ഈ പറയുന്ന സൈഡ് വ്യൂവിലും കാണത്തില്ല. ടോപ്പ് വ്യൂവിൽ ഈ ഒരു സർഫസ് മൂലം അത് ഇൻവിസിബിൾ ആയിട്ട് പോകും. അതാണ് ടോപ്പ് വ്യൂവിൽ ഇവിടെ നമുക്ക് വരും. ഇവിടെ നമുക്ക് ആ സർഫസുകൾ വരുന്നത്, അത് നമുക്ക് ഇൻവിസിബിൾ ആയിട്ടേ പോവുള്ളൂ. ഓക്കെ, നൗ സൈഡ് വ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സൈഡ് വ്യൂവിൽ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ കർവ് ഈ പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ ഈ ഹോളിനെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊണ്ടുവന്ന് വരയ്ക്കാൻ പറ്റും. സോ ഞാൻ ഫസ്റ്റ് ഹോള് പാസ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ഈ ഹോളിൻ്റെ സെൻട്രൽ ലൈനെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരുന്നു. ഇതായിരുന്നു ഹോളിൻ്റെ സെൻട്രൽ ലൈൻ. സെൻട്രൽ ലൈനായി. നമുക്കറിയാം ഹോൾ എന്ന് പറയുന്നത് ഇവിടെ ഈ നടുക്കിൻ്റെ സർഫസിലാണ്. സോ ഈ എൻഡിൽ നിന്നും അല്ലെങ്കിൽ ടോട്ടൽ വിത്ത് 72 ആണെങ്കിൽ 36 മാറിയാണ് ഹോളിൻ്റെ സെൻറ്റർ വരുന്നത്. സോ ഞാൻ 36 മെഷർ ചെയ്യുന്നു. ആ വരച്ച സെൻട്രൽ ലൈനിൽ 36 മെഷർ ചെയ്യാം. 36. സോ എനിക്ക് സെൻറ്റർ കിട്ടി. സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി അവിടെ നമ്മുടെ ഹോള് വരയ്ക്കാം. ഹോളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 12 mm ആണ്. സെൻറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 mm റേഡിയസ് എടുക്കുക, ആ ഹോള് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ഹോൾ കംപ്ലീറ്റ് ആയി. അടുത്തത് നമ്മളിപ്പോൾ വരച്ചത് ആ സർഫസിലെ ഹോൾ മാത്രമാണ് വരച്ചത്. അപ്പോൾ നമുക്ക് സെൻറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 കർവുകളുണ്ടല്ലേ, ഇവിടെ മുകളിലും താഴെ 2 കർവുണ്ട്. അതിൻ്റെ റേഡിയസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 24 ആണ്. 24 റേഡിയസ് ആണ്. ഇതിൻ്റെ റേഡിയസ് 12 ആയിരുന്നു സർക്കിളിൻ്റെ. ഇതിൻ്റെ 24 റേഡിയസിലാണ് ആ 2 കർവുകൾ വരുന്നത്. അതിൽ ഫസ്റ്റ് കർവ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി, ഇവിടെ നിന്ന് 24, ദെൻ ഈ വിഡ്ത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ അതിന് ശേഷം ആ കർവ് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. സോ ഞാൻ ഫസ്റ്റ് ആ കർവ് അങ്ങ് വരയ്ക്കുകയാണ്. സോ 24 റേഡിയസ് എടുക്കുന്നു, സെൻട്രൽ ലൈൻ വെക്കുന്നു. ദെൻ നമുക്ക് 2 കർവ് വേണം. ഒന്ന് ടോപ്പിലും ഉണ്ട്, ബോട്ടത്തിലും ഉണ്ട്. റേഡിയസ് 24. സോ ഞാൻ 2 ഇടത്തും കർവ് വരയ്ക്കാം. സോ ആദ്യം ബോട്ടത്തിലൊരു കർവ് വരയ്ക്കുന്നു, ജസ്റ്റ് കർവ് വരച്ചിടുന്നു. അതുപോലെ തന്നെ ടോപ്പിൽ എന്ത് ചെയ്യുക, സെയിം കർവ് ടോപ്പിലും വരയ്ക്കുന്നു. സോ ഈ കർവ് എവിടെ വരെ വരും എന്നുള്ളത് നമുക്ക് ഹൈറ്റ് എടുത്തു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് കർവ് വരച്ചു. ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ ബോട്ടം പോർഷനിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 6 mm 6 mm സ്ലോട്ട് കഴിഞ്ഞ് ഈ പോയിന്റിൽ നിന്ന് 24 ഹൈറ്റിൽ
ആണ് ഈ സ്ലോട്ട് ഈ കർവ് വന്ന് എൻഡ് ചെയ്യുന്നില്ലേ. കർവ് വന്ന് 24 ഹൈറ്റിൽ ഒരു സ്ട്രേറ്റ് ലൈനിലാണ് കർവ് വന്ന് എൻഡ് ചെയ്യുന്നത്. സോ 24 ഹൈറ്റ് നമ്മൾ പിക്ക് ചെയ്യാൻ പോവാണ്. സോ 24 ഹൈറ്റ് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഈ എൻഡിൽ നിന്ന് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ 24 ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ അല്ലാതെ മാർക്ക് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്കത് എടുക്കാവുന്നതാണ്. സോ 24 ഹൈറ്റ് എടുക്കുന്നു. 24. സോ 24 ഹൈറ്റ് എവിടെയാണ് 24 ഹൈറ്റ് വരുന്നത്? അപ്പോൾ ഇതിനകത്തിൽ നമ്മളിവിടെ 24 റേഡിയസിലെ കർവ് വരച്ചു. ഇവിടെ 24 ഹൈറ്റ് എടുത്തു. പക്ഷേ നിങ്ങൾ നോക്കി, ഈ 24 ഹൈറ്റിൽ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ കർവിൽ മീറ്റ് ചെയ്ത് നോക്കി, ജസ്റ്റ് ആ കർവിൽ മീറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഇവിടുത്തെ കർവ് ഇങ്ങനെ ഫിഗർ കാണിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 24 ആവില്ല. 24 അല്ല ഇവിടെ വാല്യൂ വരേണ്ടത്, അതിനേക്കും ഹയർ വാല്യൂ വരണം. സോ ഞാൻ ഇതിനകത്തുള്ളൊരു ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു കറക്ഷൻ ചെയ്യുകയാണ്. ആ 24 എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് അത് 32 എന്നാക്കുകയാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്തുള്ള ഈ 24 റേഡിയസ്, ഈ സെൻറ്റർ മുതൽ ഇവിടെ വരുന്ന റേഡിയസ് 24 ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വരച്ച കർവ് ഉണ്ടോ? സോ ഇവിടെ 24 ഹൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യില്ല. നമുക്ക് നോക്കി ആ ഒരു കർവേലോട്ട് വേണം ഈ 24 നിന്ന് മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ റേഡിയസ് ഞാൻ 24 അല്ല എടുക്കുന്നത്, അതിന് പകരം ഞാനത് അതൊന്ന് കറക്ഷൻ ചെയ്യുന്നു. ഈ 24 നിങ്ങളുടെ ആ ക്വസ്റ്റിന് വേഗം 24ന് പകരം ഞാനിവിടെ 32 ഈ വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്യുന്നു. 32 എന്നാക്കുക, റേഡിയസ് 32. ഓക്കെ. സോ കർവിൻ്റെ റേഡിയസ്, ഈ കർവിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഞാൻ കൊടുത്തേക്കുന്നത് R32 എന്നാണ്. സോ R32 എന്നാക്കി ചേഞ്ച് ചെയ്യുന്നു. സോ അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ഈ കർവോട് നമ്മൾ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ നേരത്തെ വരച്ച 24 സോ ഞാനത് 32 റേഡിയസിലാക്കാൻ പോവാണ്. സോ ക്വസ്റ്റ്യനിലെ ചേഞ്ച് അനുസരിച്ചിട്ട് കർവ് ഞാൻ ചേഞ്ച് ചെയ്യും. 32 ആക്കി റേഡിയസ്. 32 റേഡിയസിൽ മുകളിലും താഴെ ഞാൻ കർവ് വരയ്ക്കുകയാണ്. സെൻറ്റർ എടുത്ത് ഞാൻ കർവ് വരച്ചു. ഞാൻ നമ്മൾ ഇവിടെ എടുത്ത 24 ഹൈറ്റിലെടുത്ത പോയിൻ്റ് ഉണ്ട്, അതായത് ഈ ഹൈറ്റാണ് 24. സോ 24 ദെൻ അവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതിലോട്ട് കണക്ട് ചെയ്താൽ മതി. കർവിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. ഇപ്പുറത്തും അതേപോലെ തന്നെ കർവിലോട്ട് സ്ട്രെയിറ്റ് ലൈൻ കംപ്ലീറ്റ് ചെയ്യും. സോ അതിന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്ത പോർഷൻസുകൾ റബ്ബ് ചെയ്ത് കളയുക, ഇവിടെയും റബ്ബ് ചെയ്ത് കളയുക. സോ ഇങ്ങനെയായിരിക്കും ആ കർവ് പോകുന്നത്. ബോട്ടം പോർഷൻ കംപ്ലീറ്റഡ് ആയി. നമ്മളിപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, കർവും കംപ്ലീറ്റ് ചെയ്തു. ഇതേപോലെ തന്നെ ടോപ്പിലും മേളിൽ നിന്ന് 24 വരയ്ക്കുക, ആ കർവിലോട്ട് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ 24 മെഷർ ചെയ്യുന്നത് ടോപ്പിൽ 24 മെഷർ ചെയ്തു. അവിടെയും സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. സോ ഇവിടെയും കർവ് വന്ന് എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്, ഇവിടെ അതുപോലെ കർവ് വന്ന് എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. സോ നമ്മൾ ആ കർവ് വരച്ചു, അതിനകത്തുള്ള സർക്കിളും നമുക്കായി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിൻ്റെ ബോർഡർ ഫിൽ ചെയ്യണം. പിന്നെ താഴത്തെ നമ്മുടെ ഇവിടുത്തെ 6 mm സ്ലോട്ട് നമുക്ക് ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ ബോർഡർ ഫിൽ ചെയ്യുന്നു ഫസ്റ്റ്. സോ നമ്മുടെ കർവായി, ദെൻ സെൻറ്റർ സർക്കിളായി, സർക്കിൾ ഹോൾ വന്നു, ദെൻ ബാക്കി പോർഷൻസായി. ഇനി നമുക്ക് വേണ്ടുന്നത് സ്ലോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 6 mm തിക്നെസ്സിൽ സ്ലോട്ട് വരും. പക്ഷേ ഈ പറയുന്ന സൈഡ് വ്യൂവിൽ നമുക്ക് ഒരു സർഫസ് കൂടെ നമുക്ക് വിസിബിൾ ആവും. ഏത് സർഫസാണത്? ഈ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കിയപ്പോൾ ഇവിടെ ഈ കണ്ടതുപോലെ തന്നെ നമുക്ക് സൈഡ് വ്യൂവിലും
ഇവിടെ ഒരു സ്ലോട്ട്, ഈ സ്ലോട്ടിൻ്റെ ഫ്ലാറ്റ് സർഫസ് അങ്ങോട്ട് പോകുന്നത് നമുക്ക് വിസിബിൾ ആയിരിക്കും. സോ അത് ഈ ഫ്രണ്ട് വ്യൂവിൽ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ നമുക്കിവിടെ വന്നതുപോലെ തന്നെ സൈഡ് വ്യൂവിൽ നമുക്കിവിടെ റെക്റ്റാങ്കിൾ വരും. പക്ഷേ ആ റെക്റ്റാങ്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കി, ഇവിടെ വന്ന് 50 mm ഇങ്ങോട്ട് മാറി അവിടെ വരെയാണ് ആ റെക്റ്റാങ്കിൾ വരുന്നത്. അല്ലെങ്കിൽ ഈ എൻഡിൽ നിന്ന് 72 മൈനസ് 50, അതായത് 22 mm ഈ എൻഡിൽ നിന്ന് മാറിയായിരിക്കും വരുന്നത്. സോ ഞാനത് വരയ്ക്കാൻ പോവാണ്. 22 mm ഈ എൻഡിൽ നിന്ന് 22. സോ 22 മാർക്ക് ചെയ്തു. ഈ പോയിന്റിൽ 6 mm ഹൈറ്റിൽ 6 mm ഹൈറ്റിലായിരിക്കും ആ സ്ലോട്ട്. സോ ഇതാണ് ആ സ്ലോട്ട് മാത്രമല്ല അവിടെ താഴെ നമുക്ക് സർഫസ് ഉണ്ട്, റെക്റ്റാങ്കിൾ ആയിരിക്കും കിട്ടുന്നത്. അതായത് ഈ സർഫസ് അങ്ങോട്ട് പോകുന്നത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണും. ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ സ്ലോട്ടിൻ്റെ ഈ ഒരു സർഫസ് കാണും. അതാണ് നമ്മളിവിടെ റെക്റ്റാങ്കിളായിട്ട് വരച്ചത്. അപ്പോൾ ഇത്രയാകുമ്പോൾ നമ്മുടെ ആ ഇത് കംപ്ലീറ്റഡ് ആയി. പക്ഷേ ഇതിനകത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് കാണിക്കാനുണ്ട്. ഈ ബോട്ടത്തിലെ സ്ലോട്ട് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ കാണത്തില്ലെങ്കിൽ അതിൻ്റെ നമ്മൾ വിടുത്തൂടെ കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്ലോട്ടുണ്ട്. ഈ സ്ലോട്ടിനെ നമുക്ക് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ മതി. സോ ഞാൻ ആ സ്ലോട്ടിനെ ഫസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ സ്ലോട്ടിൻ്റെ വിഡ്ത്ത് വരുന്നത് സോ ഈ 2 പോയിന്റ്. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ആ സ്ലോട്ട് വരുന്നത്, ഡോട്ടർ സ്ലോട്ട് വരുന്നത്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെയാണ് ഹൈറ്റ് അല്ലേ, ഇവിടെയാണ് വരുന്നത് ഈ ബോട്ടം പോർഷൻ. ഇതിൻ്റെ തിക്നെസ് ലെവലിലാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. സോ നമുക്കറിയാം ഇതാണ് നമ്മുടെ അതിൻ്റെ തിക്നെസ് ലെവൽ. അപ്പോൾ നിങ്ങളിത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇത് നോക്കി 24 ആണ് ഹൈറ്റ്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ടായിരുന്നു, നോക്കി അറിയാം 25 ആണ് ഹൈറ്റ്. അപ്പോൾ 1 mm കൂടുതലാണ് തിക്നെസ്. അത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാലും അറിയാം. നോക്കി ഇവിടുന്ന് ഇവിടെ വരെ 24 ആണെങ്കിൽ അതിനൊക്കെ ഒരു 1 mm കൂടുതലാണ് ഈ പറയുന്ന ഈ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 1 mm ഹൈറ്റ് വരെയാണ് നമുക്ക് ഈ സ്ലോട്ട് വരുന്നത്. സോ ആ ബാക്ക് സൈഡിൽ 1 mm ഹൈറ്റിൻ്റെ ഡോട്ടഡ് ലൈൻ നമ്മൾ വരയ്ക്കുക. സോ ഇതിന് പുറകിലായിട്ട് 1 mm ഹൈറ്റിൽ ഡോട്ടഡ് ലൈൻ ഉണ്ട് എന്നുള്ളത് കാണിക്കാനായിട്ട്. സോ അവിടെ വരെയാണ് ഈ സ്ലോട്ട് വരുന്നത്. സോ ആ സ്ലോട്ടിൻ്റെ ലൈൻ നമ്മൾ ഓൾറെഡി പ്രൊജക്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. സോ ആ സ്ലോട്ട് കാണിക്കേണ്ടത് അവിടെ വരെ നിങ്ങൾ കാണിക്കുക. നമ്മുടെ സ്ലോട്ടൂടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഫിഗർ എന്ന് പറയുന്നത്. ഇവിടെ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഫിഗർ. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ ഡയമെൻഷൻസുകളെല്ലാം ചെയ്യുക. എവിടെയൊക്കെ ഡയമെൻഷൻസ് കാണിക്കാനുണ്ടോ ഡയമെൻഷൻസുകളെല്ലാം ഇതിനകത്ത് കംപ്ലീറ്റഡ് ആയിട്ട് ചെയ്യാം. ഞാനിവിടെ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് കാര്യങ്ങൾ കാണിക്കുകയാണ്. സോ ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 90 ആയിരുന്നു അല്ലേ, 90 ആണ് ഹൈറ്റ്. സോ 90 ഡയമെൻഷൻ കാണിച്ചു. then ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് കാണിക്കാൻ പറ്റും. ഇവിടെ ടോപ്പിലായിട്ട് നമുക്ക് വിഡ്ത്ത് കാണിക്കാം. വിഡ്ത്ത് എന്ന് പറയുന്നത് 72 ആയിരുന്നു. സോ വിഡ്ത്ത് 72. പിന്നെ ബാക്കി ഡയമെൻഷൻസുകളെല്ലാം കാണിക്കുക. നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ റേഡിയസ് കാണിക്കണമെങ്കിൽ റേഡിയസ് കാണിക്കാം. സോ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയസ് R
12 ആയിരുന്നു. ദെൻ ഇതിൻ്റെ പുറത്തെ കർവ് അല്ലേ, ഈ പുറത്തെ കർവിന് നമ്മൾ കുറച്ചുകൂടെ വേരിയേഷൻസ് എടുത്തിരുന്നു റേഡിയസ് വാല്യൂവിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് കാണിക്കാം. അതിൻ്റെ കർവ് നമ്മൾ എടുത്ത വാല്യൂ ഫിഗറിൽ നിന്ന് ശകലം വ്യത്യാസം ഉണ്ടായി, നമ്മൾ ചേഞ്ച് ചെയ്തു. നമ്മളെടുത്തത് R32 ആയിരുന്നു എടുത്തത്. 32 ആണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്തു. സോ R32 ആണ് അതിൻ്റെ ഡയമെൻഷൻ നമ്മളെടുത്ത്. ദെൻ ബാക്കി ഡയമെൻഷൻസുകളെല്ലാം ഇവിടെയൊക്കെ എന്തെല്ലാം ഡയമെൻഷൻസ് കാണിക്കാൻ പറ്റുമോ അതെല്ലാം ഇതിനകത്ത് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുക. സോ ഫ്രണ്ട് വ്യൂ ഇവിടെ ഇവിടുത്തെ വിഡ്ത്ത് 36 ഉണ്ട്. സോ വിഡ്ത്ത് 36 കംപ്ലീറ്റ് ചെയ്യുക. 36 ദെൻ ഇവിടെ 6 mm തിക്നെസ് ഉണ്ട്. ഇവിടെ 6 mm തിക്നെസ് ഉണ്ട്. ബാക്കി റിമൈനിങ് 18 ആയിരിക്കും. സോ 18 കാണിച്ചു. ദെൻ ഇവിടെ ടോപ്പിൽ 24 ഉണ്ട് വിഡ്ത്ത്. ദെൻ ഇവിടെ 72. ക്വസ്റ്റ്യൻ ഫിഗേഴ്സിലുള്ള ഡയമെൻഷൻസുകളെല്ലാം പ്രോപ്പർ വേയിൽ ഡയമെൻഷൻ ചെയ്യുക. ദിസ് വാല്യൂ ഈസ് 72. ദെൻ ഈ വാല്യൂ 50 ആണ്. 50. സോ അങ്ങനെ എല്ലാ വാല്യൂസുകളും ഡയമെൻഷൻ. ഇപ്പോൾ കുറച്ച് ഡയമെൻഷൻസ് കാണിച്ചിട്ടുള്ളൂ. ബാക്കി ഡയമെൻഷൻസുകളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്ലോട്ടിൻ്റെ ഡയമെൻഷൻസ് ഓരോന്നോരോന്നായിട്ട് ഡയമെൻഷൻസുകൾ കംപ്ലീറ്റ് ചെയ്യുക. സ്ലോട്ടിൻ്റെ ഡയമെൻഷൻ ഉണ്ട്. സ്ലോട്ടിൻ്റെ ഈ സെൻറ്റർ വരെയുള്ള വാല്യൂ 50 ആണ്. 50 നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 50. ദെൻ ഇവിടെ 24 കാണിക്കാം. ദെൻ ഇതിൻ്റെ ഹൈറ്റ് 25 എന്നുള്ളത് ഡയമെൻഷനിൽ കാണിക്കാം. അങ്ങനെ വാല്യൂസുകൾ കാണിക്കാൻ പറ്റുന്ന ഡയമെൻഷൻസുകളെല്ലാം കാണിക്കും. ഇതിൻ്റെ റേഡിയസ്, ഈ കർവിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R12 ആണ്. ദെൻ ഇതിൻ്റെ ഹൈറ്റ് സെൻട്രൽ ലൈൻ വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 42 ആണ്. സോ ആ ഡയമെൻഷൻസ് കാണിക്കാം. അങ്ങനെ ഡയമെൻഷൻസ് വാല്യൂസ് ഇപ്പോൾ ഞാൻ കുറച്ച് ഡയമെൻഷൻസ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ഡയമെൻഷൻസും ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ കംപ്ലീറ്റ് ഫിഗർ. ദെൻ ടോട്ടൽ 145 ആണ്. അത് നമുക്ക് ഡയമെൻഷനിൽ കാണിക്കാം. ഇവിടെ 72 കാണിച്ച് ബാക്കി റിമൈനിങ് കാണിച്ചാലും മതി ഇവിടെ ഇങ്ങോട്ട്. അതല്ലെങ്കിൽ ബാക്കി ഡയമെൻഷൻസുകൾ ആഡ് ചെയ്ത് വേണമെങ്കിലും കാണിക്കാം. അപ്പോൾ പ്രോപ്പർ വേയിൽ അത്യാവശ്യം വേണ്ടുന്ന ഡയമെൻഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിഗർ കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇതിനകത്തിൽ ഈ ഒരു ഫിഗറിൽ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്ലോട്ട് ഇവിടെ രണ്ടിടത്തും സ്ലോട്ട് വന്നിട്ടുണ്ട്. സോ 2 റെക്റ്റാങ്കിൾസ് ഇവിടെയും സൈഡ് വ്യൂവിലും ഫോം ചെയ്യും. പിന്നുള്ളത് ഇവിടുത്തെ ഒരു സ്ലോട്ട് പ്രോപ്പറായിട്ട് വരയ്ക്കുക. സോ അത് നമുക്ക് ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആയിരിക്കും. പിന്നെ ഈ സർക്കിൾ സെൻറ്ററിൽ കൂടെ പോകുന്ന സർക്കിൾ ഈ ഒരു തിക്നെസ്സിൽ മാത്രമേ ഉള്ളൂ. സോ ആ ഒരു തിക്നെസ്സിൽ മാത്രം സർക്കിൾ കാണിക്കുക ടോപ്പ് വ്യൂവിൽ. അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂവിലും അതേ സർക്കിൾ കാണിക്കുക. സൈഡ് വ്യൂവിൽ ആ സർക്കിൾ നമുക്ക് വിസിബിൾ ആയിരിക്കും. പിന്നെ ഈ കർവിൻ്റെ വാല്യൂസ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് റേഡിയസ് 32 എടുത്തിട്ടുണ്ട്. ഈ ബോട്ടം കർവ് ഈ സർഫസുകൾ നമുക്ക് ടോപ്പ് വ്യൂവിൽ നിന്ന് കാണില്ല. അതുകൊണ്ടാണ് നമ്മൾ ടോപ്പ് വ്യൂവിൽ അത് വരയ്ക്കാതിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് വ്യൂവിൽ വേണമെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിൾസ് ഇൻവിസിബിളായിട്ട് നമുക്ക് വരയ്ക്കാം. എന്നാലും അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ, ടോപ്പ് വ്യൂവിൽ ഈ ഒരു സർഫസ് മാത്രമേ ഉള്ളൂ. നമ്മളോട് ഇതിനകത്തൂടെ പോകുന്ന സ്ലോട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ സ്ലോട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ്. ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്. ഈ വരച്ചേക്കുന്ന ഫ്രണ്ട് വ്യൂ. ദിസ് ഈസ് ടോപ്പ് വ്യൂ. ആൻഡ് ഇത് നമ്മൾ വരച്ചേക്കുന്നത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ലെഫ്റ്റ് സൈഡ് വ്യൂ LSV. സോ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക.